ഇതിങ്ങനെ അടിച്ചിട്ട് ഷേപ്പാക്കിയിട്ട് വളച്ചിട്ടെടുക്കണം. ഹാർഡ് വർക്കാണ്. നമ്മളതിൽ നിർത്തിയാൽ പിന്നെ ആരും ഇനി എടുക്കലുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ആരും വരുന്നില്ല അങ്ങനെ പഠിക്കാൻ. മുമ്പ് കുറേ കൊല്ലം മുമ്പ് അച്ഛനും ഇളയപ്പനെല്ലാം ഒന്നിച്ച് എടുത്തതാണ്. പാർട്ടീഷനും കഴിഞ്ഞ് വന്നാൽ പിന്നെ അച്ഛൻ ഇവിടെ തൊട്ടിലാക്കി ഇവിടെ നിൽക്കാൻ തുടങ്ങി. പണിയെടുക്കുന്ന ഈ ഇങ്ങനെ വർക്ക്ഷോപ്പിനെ കൊട്ടിൽ നിന്നാണ് പറയുന്നത്. ഇരുമ്പ് അമ്മ പോയിട്ട് പഴയ ഇരുമ്പ് വാങ്ങിക്കൊണ്ടിരും. ഈ പഴയതെല്ലാം വെക്കുന്ന സ്ഥലത്ത് നിന്ന് എന്നിട്ട് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് അടിച്ച് ചൂടാക്കിയിട്ട് ഓരോൻ്റെ ഷേപ്പിലാക്കി എടുക്കും. നല്ല അധ്വാനമുണ്ട്, അല്ലാണ്ട് സാധനമാക്കി കൊടുക്കാൻ കഴിയില്ല. ആ നല്ല കത്തിയാളി തരൂരിപ്പ. ആയിക്കോട്ടെ. നമ്മളിവിടുന്ന് ഉണ്ടാക്കുന്ന ആയുധങ്ങൾ നാടിൻ്റെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്. ഗൾഫിലേക്ക് വരെ കൊണ്ടുപോകുന്നുണ്ട് ആൾ സാധനങ്ങൾ. ഏതൊരു സംഭവം ആയാലും ശരി, ഏതൊരു നിർമ്മാണ പ്രവൃത്തിയായാലും ശരി, അതിൻ്റെ പിറകിൽ ഒരു കൊല്ലൻ്റെ ഒരു കൈ അത്യാവശ്യമാണ്. ഈ വിശ്വകർമാക്കളെന്ന് പറയുന്ന 5 വിഭാഗത്തിൽ ഏറ്റവും അടിസ്ഥാനപ്പെട്ടതാണ് ഇരുമ്പ് പണി. ഇതിനെല്ലാം അടിസ്ഥാനം ഇരുമ്പ് പണിയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട തൊഴിലെടുക്കുന്നവർക്കും ഇരുമ്പ് പണി അത്യാവശ്യമാണ്. ആയുധങ്ങൾ, ആശാരിയാകുമ്പോൾ ഉളിവ് വേണം, അതുപോലെ ഓട്ടുപണിക്കാർക്ക് അവരായുധങ്ങൾ വേണം, അതുപോലെ തന്നെ കൽപ്പണിക്കാർക്ക് അവരായുധങ്ങൾ വേണം. ഈ എല്ലാ ആയുധങ്ങളും ഈ ഇരുമ്പ് പണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ എല്ലാ പണിയും നടക്കുകയുള്ളൂ. മെഷീൻ വർക്കിനെക്കാട്ടി നല്ല ക്വാളിറ്റി ഉണ്ടാവും. പവർ ഹാമറിൽ അടിച്ചില്ല, നമ്മൾ കൈ കൊണ്ട് അടിച്ചിട്ട് ആക്കുന്നതാണല്ലോ. ഒരിക്കന്നെ എടുത്തിട്ട് ഇപ്പുറത്ത് എടുത്തിട്ട് അടിച്ചിട്ടാക്കുന്നതാണ്. അതിന് അതിൻ്റേതായ ഗുണമുണ്ടാവും. ആൾക്കാർ വരുന്നുണ്ട്, കൂടുതൽ വാങ്ങാൻ വരുന്നുണ്ട്. ചില സമയത്ത് കുറച്ച് ഡിമ്മായിരിക്കും, അന്നേരം കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ടാവും. സ്ഥിരമായിട്ട് പണിയെടുക്കുന്നതാണ് പ്രശ്നമില്ല. ചൂട് സഹിക്കാനുണ്ട്, പിന്നെ നല്ലോണം അധ്വാനിക്കണം. അധ്വാനിച്ചാലേ നമ്മളെ കാര്യം നടക്കുമല്ലോ. ഈ പണിക്ക് കടന്നു വരുന്നവർ കുറവന്നെ. ഇപ്പം എല്ലാവരും വേറെ ഓരോ മേഖല നോക്കിയിട്ട് പോകുന്നവരാണ്. ഹാർഡ് വർക്കായതുകൊണ്ട് ശ്രദ്ധ വേണം, ക്ഷമ വേണം. മെയിനായിട്ട് പണിയെടുക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ. എടുക്കാൻ കഴിയുന്നവർക്ക് നല്ലതാണ്. അന്യം നിന്ന് പോകരുതുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരല്ല. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.